ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓൾ വൺ യൂട്യൂബ് ചാനൽ എത്തിക്സ് യൂസിങ് കോമൺ സെൻസ് സീരീസ്. സോ നമ്മൾ ഇന്ന് ഹ്യൂമൻ വാല്യൂ സീരീസ് കണ്ടിന്യൂ ചെയ്യായിരിക്കും. സോ നമ്മൾ ഇന്ന് തിരഞ്ഞെടുത്ത വാല്യൂ ഇസ് സ്പിരിറ്റ് ഓഫ് സർവീസ്. സോ ജ്യോതിഷ്, എന്താണ് സ്പിരിറ്റ് ഓഫ് സർവീസ്? സ്പിരിറ്റ് ഓഫ് സർവീസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഭയങ്കര ഇഷ്ടത്തോടെ ഭയങ്കര പാഷനേറ്റ് ആയിട്ട് ഡെഡിക്കേഷനോട് കൂടി ഒരു വർക്ക് ചെയ്യുന്നു. അതിന് ഞാൻ തിരികെ റിട്ടേൺ ആയിട്ട് ഞാൻ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് സ്പിരിറ്റ് ഓഫ് സർവീസ് ആയിട്ട് പറയാം. സോ നമുക്ക് ഡെഫിനേഷനായിട്ട് ആൻസേഴ്സ് കോട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം: സ്പിരിറ്റ് ഓഫ് സർവീസ് മീൻസ് ഡെഡിക്കേഷൻ ആൻഡ് കമ്മിറ്റ്മെൻറ്റ് ടുവാർഡ്സ് ഡ്യൂട്ടീസ് ആൻഡ് എക്സ്പെക്റ്റിംഗ് നത്തിങ് ഇൻ റിട്ടേൺ ഫോർ ദോസ് സർവീസസ്. സോ നമുക്കിവിടെ എക്സാമ്പിൾസ് നോക്കാം. ഒരുപാട് എക്സാമ്പിൾസ് സ്കോപ്പ് തോന്നുന്നുണ്ട്. സോ പേഴ്സണൽ ലെവലിൽ നമുക്ക് എന്ത് എക്സാമ്പിൾ ഇവിടെ എഴുതാൻ പറ്റും? ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഇപ്പോൾ ഒരാൾ വന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അദ്ദേഹത്തിന് ഒരു നേരത്തെ ഭക്ഷണം മേടിച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു ചായ മേടിച്ചു കൊടുക്കുന്നു. ഇതൊക്കെ നമ്മൾ തിരിച്ചൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല അവർക്ക് മേടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതൊരു സ്പിരിറ്റ് ഓഫ് സർവീസാണ്, ഒരു ചാരിറ്റിയാണ്. ഓക്കെ. Yeah. ഇതുപോലെ ഒരുപാട് എക്സാമ്പിൾസിന് സ്കോപ്പുള്ള ഒരു ഏരിയയാണിത്. അങ്ങനെ അബിക്ക് എന്തെങ്കിലും എക്സാമ്പിൾ ഷെയർ ചെയ്യാനുണ്ടോ? ആക്ച്വലി സ്പിരിറ്റ് ഓഫ് സർവീസ് പറയുമ്പം ഞങ്ങളുടെ സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ ഉള്ള ഒരു എക്സാമ്പിൾ പറയാം. അതായത് ഒരു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു ഞങ്ങളുടെ സ്കൂളിന് ഓപ്പോസിറ്റാണ് ഇത് എപ്പോഴും നിൽക്കുന്നത്, സ്കൂൾ കോമ്പൗണ്ടിന് പുറത്ത്. അപ്പോൾ ഒരിക്കൽ ഞങ്ങൾ എടുത്ത് കളിപ്പിക്കുന്നതായിരുന്നു. ഒരിക്കൽ ഇത് ഡ്രെയിനേജ് അകപ്പെട്ടു പോയി. ഞങ്ങൾക്ക് ആർക്കും രക്ഷിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. ആ ഹോളിൽ നിന്നും ഒരുപാട് മാറിക്കിടന്നത്. അപ്പോൾ അന്ന് ഞങ്ങളുടെ അധ്യാപിക, എൻ്റെ ക്ലാസ് ടീച്ചറായിരുന്നു. അപ്പോൾ പുള്ളിക്കാരിയാണ് ഇനിഷ്യേറ്റീവ് എടുത്ത് ഫയർഫോഴ്സിനെ വിളിക്കുകയും അവർ വന്നത് റെസ്ക്യൂ ചെയ്യുകയും ചെയ്തു. ലൈക്ക് വിളിച്ച ഉടനെ വരാമെന്ന് പറഞ്ഞു, ഒറ്റ കാളിയാ പ്രശ്നം തീർന്നു. സോ അത് ഫയർഫോഴ്സ് ആരുടെ ഒരു റെസ്ക്യൂ ചെയ്തു. സ്പിരിറ്റ് ഓഫ് സർവീസ് ആയിട്ട് നമുക്ക് പറയാം. സോ നമ്മൾ എക്സാമ്പിളായിട്ട് എഴുതുമ്പം എ ഫയർ ഫൈറ്റർ റെസ്ക്യൂയിങ് എ ഡോഗ് അല്ലെങ്കിൽ ക്യാറ്റ് അല്ലെങ്കിൽ ആനിമലിൽ നിന്നുള്ള രീതി നമുക്ക് പറയാം. സോ ജ്യോതിഷ്, നമുക്കിവിടെ ഹിസ്റ്റോറിക്കൽ ലെവൽ എക്സാമ്പിൾസിലോട്ട് നോക്കാം. സോ അങ്ങനെ എന്തെങ്കിലും ഹിസ്റ്റോറിക്കൽ ലെവൽ എക്സാമ്പിൾ ആണെങ്കിൽ ഇപ്പോൾ രാജാ റാം മോഹൻ റോയ് എടുത്ത എഫേർട്ട്. അപ്പോൾ അന്ന് ഇവിടെ നിലനിന്നിരുന്ന ഒരു ഈവിൾ പ്രാക്ടീസാണ് സതി, അല്ലെങ്കിൽ ചൈൽഡ് മാരേജ്, ഐഡിയോൾ വർഷിപ്പ്. അപ്പോൾ ഇതിനെയൊക്കെ എതിരെ പോരാടിയ ഒരു വ്യക്തിയാണ് രാജാ റാം മോഹൻ റോയ്. അദ്ദേഹം തിരിച്ച് റിട്ടേൺ ആയിട്ടൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഇതിനു വേണ്ടി നിന്നതൊക്കെ. അപ്പോൾ അതൊരു സ്പിരിറ്റ് ഓഫ് സർവീസിന് എക്സാമ്പിളായിട്ട് പറയാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ. സോ ഹിസ്റ്റോറിക്കൽ ലെവലിൽ നമ്മൾ മോഡേൺ ഇന്ത്യയിൽ നിന്ന് രാജാറാം മോഹൻ റോയാണ് കൊണ്ടുവന്നേക്കുന്നത്. സോ നമുക്കിനി അഡ്മിനിസ്ട്രേറ്റീവ് ലെവൽ എക്സാമ്പിൾസ് നോക്കാം. സോ അങ്ങനെ എന്തെങ്കിലും അഡ്മിനിസ്ട്രേറ്റീവ് ലെവൽ എക്സാമ്പിൾ ആണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഒരു മലയാളിയെ തന്നെ പറയാം. ഇപ്പം 2008 മുംബൈ അറ്റാക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. അപ്പോൾ അത് ലീഡ് ചെയ്തത് ഒരു മലയാളി ഓഫീസറാണ്. അപ്പോൾ എന്താ ടെററിസ്റ്റുകളെ കില്ല് ചെയ്യുന്നതിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്പിരിറ്റ് ഓഫ് സർവീസ്, ജീവൻ നഷ്ടപ്പെടുമെന്ന് അറിഞ്ഞിട്ടും അവിടെ നിന്നു ഈ ടെററിസ്റ്റിനെ കില്ല് ചെയ്തു. സന്ദീപ് ഉണ്ണികൃഷ്ണൻ, മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ. സന്ദീപ് സോ നമുക്ക് ഉണ്ണികൃഷ്ണൻ. അത് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ലെവൽ എക്സാമ്പിൾ ആയിട്ട് കോട്ട് ചെയ്യാൻ പറ്റിയ ഒന്നാണ്. സോ അഡ്മിനിസ്ട്രേറ്റീവ് ലെവൽ എക്സാമ്പിൾ ഞങ്ങൾ ചൂസ് ചെയ്തേക്കുന്നത് മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണനെയാണ്. സോ നമുക്കിവിടെ കറണ്ട് ബേസ്ഡ് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ലെവലിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് എക്സാമ്പിൾസും കൊണ്ടുവരാം. സോ എക്സാമ്പിൾസിന് അത്രയും സ്കോപ്പ് ഉണ്ട്, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തല്ലോ. സോ അങ്ങനെ എന്തെങ്കിലും എക്സാമ്പിൾ? ഇപ്പോൾ ഗ്രേറ്റ് ആൻഡ് തപ്മാർഗ് അവർ എടുക്കുന്ന ഗ്ലോബൽ ക്ലൈമറ്റ് പ്രൊട്ടസ്റ്റുകൾ, അത് ഇതിന് വലിയൊരു എക്സാമ്പിളാണ്. തിരിച്ചൊന്നും പ്രതീക്ഷിച്ചിട്ടല്ലല്ലോ ഈ പ്രൊട്ടസ്റ്റ് എല്ലാം അവർ ചെയ്യുന്നത്. വളരെ യങ് ആയിട്ടുള്ള ഒരു ലേഡിയാണ്. അപ്പോൾ അത് സ്പിരിറ്റ് ഓഫ് സർവീസിന് ഒരു ഗ്ലോബൽ എക്സാമ്പിളായിട്ട് കോട്ട് ചെയ്യാവുന്നതാണ്. സോ ഇത്രയായിരുന്നു നമ്മുടെ സ്പിരിറ്റ് ഓഫ് സർവീസിൻ്റെ സെഷൻ. സോ ഐ ഹോപ്പ് യു ഓൾ എൻജോയ്ഡ് ഇറ്റ്. നമ്മൾ നോട്ട്സിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കും. സോ ഇഫ് യു ലൈക്ക് ദ ചാനൽ, ഇഫ് യു ലൈക്ക് ദിസ് ഇനിഷ്യേറ്റീവ്, മേക്ക് ഷുവർ യു സബ്സ്ക്രൈബ് അവർ ചാനൽ ആൻഡ് ഹിറ്റ് ദ ബെൽ ഐക്കൺ. താങ്ക് യു ഓൾ ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ. ഇതെല്ലാം മറ്റേ ഓർഡറിൽ അയക്കണേ.